നമ്മളുള്ളത് വിഴിഞ്ഞത്ത് അൽമാസ് റെസ്റ്റോറൻറ്റിലാണ്. വീണ്ടും ഗ്രില്ലടിക്കാൻ വേണ്ടി വന്നതാണ്. നമുക്ക് ഒരുമിച്ച് പോയി ഗ്രില്ലടിക്കാം. വന്നോ. ഇതാണ് നമ്മുടെ ഷെഫീഖ് ഭായ്, അൽമാസിന്റെ ഇല്ലേ പ്രൊപ്പറേറ്റർ. നമുക്ക് അൽമാസ് എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മുടെ പ്രേക്ഷകർ നേരത്തെയും കണ്ടിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം. നമ്മളൊരു പിന്നെ നമ്മൾ 3-4 പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അത് തന്നെ ചോദിക്കാനുണ്ട്, നിങ്ങൾക്ക് ഇത് മാത്രമേ ഉള്ളതാണ്, നമ്മൾ എന്തുകൊണ്ട് അൽമാസ് വീണ്ടും വീണ്ടും വരുന്നതാണ് എല്ലാവരും ചോദിക്കുന്നത്. എന്തായാലും നിങ്ങൾ ടേസ്റ്റ്, അതാണ് ടേസ്റ്റ്. അപ്പം ഏറ്റവും ഈ എന്താണ് നിങ്ങൾക്ക് ഈ സ്പെഷ്യലി മീനിനെ പറ്റി പറയാനുള്ളത് എന്ന് വെച്ചാൽ നമ്മൾ എല്ലായിടത്തും മീൻ കിട്ടും. ഇപ്പം എങ്ങനെയാണ് നിങ്ങൾക്ക് മീനെ കിട്ടാറ് ഇവിടെ? കാരണം മീനെന്ന് പറയുമ്പോഴേക്കും മണ്ണെന്ന് എടുക്കുന്ന മീൻ അത് ഇങ്ങനെ വള്ളത്തിൽ പോവാ അതോ ബോട്ടിൽ നിന്ന് അങ്ങനെ എങ്ങനെയാണ്? അല്ല, നമ്മൾ അധികം എന്ന് പറയുമ്പോഴേക്കും നമുക്കിപ്പം ഏജന്റുകളാണ്. രാവിലെ ഏജന്റ് എടുത്തിട്ട് പോയാൽ പിന്നെ വള്ളത്തിൽ നിന്ന് എടുക്കുന്ന ഡയറക്റ്റ് ആയിട്ട് ഞാൻ എടുക്കുന്നത്. അതൊരു 6 മണി 7 മണിക്ക് ആ ഒരു ഗ്യാപ്പിൽ കിട്ടുന്ന മീനുകളും ഉണ്ട്. ഈ ചൂണ്ടയിൽ കിട്ടുന്ന, അതായത് ഇപ്പം എല്ലാ മീനുകളും ഉണ്ട്. ഇവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ നമുക്ക് കാരണം സ്റ്റോക്ക് നഷ്ടപ്പെടും. റെഗുലർ ആയിട്ട് ഡെയിലി സാധനം കിട്ടി. ഫ്രഷ് മീൻ കിട്ടും. അതിൽ നമുക്കൊരു വിട്ടുവീഴ്ചയില്ല. ഇല്ല, ഫ്രഷിന്റെ അകത്ത് വിട്ടുവീഴ്ചയില്ല. അപ്പൊ ഇതാണ് മീനുകൾ. ഇതിൽ ഏത് മീൻ എടുക്കണമെന്നുള്ളതാണ്. നമുക്ക് വെറൈറ്റി മീനുകളുണ്ട് അല്ലേ. നമ്മൾ ഈ മീനെ ഇപ്പൊ നമ്മൾ സെലക്ട് ചെയ്താലും നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് ഇപ്പൊ നമ്മളിവിടെ ചെയ്ത് കൊടുക്കാറ് സ്പെഷ്യലായിട്ട്? അതായത് ഇപ്പം ഇവിടെ സ്പെഷ്യൽ ആയിട്ടുള്ളതെന്ന് പറയുമ്പോഴേക്കും ഗ്രില്ലുണ്ട്. അതായത് സ്പെഷ്യൽ ഗ്രില്ല് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ അതന്നെ അൽമാസ് ഫേമസ് ആയിട്ടുള്ളത്. കാരണം നമ്മൾ കഴിച്ചിട്ടുണ്ട് കേട്ടോ, നമുക്കറിയാം. പിന്നെ തവ നമ്മുടേതായിട്ട്, കാരണം ഇപ്പം ഞാൻ ഇപ്പം നമ്മുടെ റിയൽ തവ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന ഒരു തവ ഉണ്ട്. പിന്നെ ഉള്ളതെന്ന് പറയുമ്പോൾ ഫ്രൈ സ്പെഷ്യൽ മസാല. അതായത് നമ്മുടെ ഷെഫ് ഷാജി എന്ന് പറഞ്ഞിട്ട് ഒരുത്തരുണ്ട്, അവന്റെ മസാല. നമ്മുടെ കാരണം പറയുമ്പോ ഞാൻ ഉള്ളി കച്ചവടം ചെയ്യുള്ളൂ. അതെ, ബാക്കി പരിപാടിയൊക്കെ അവരാണ് അല്ലേ. അതെ, ഭയങ്കര തിരക്കിലാണ്. അതിന്റെ ഇടയ്ക്കൂടെ മീനൊക്കെ എടുത്തുകൊണ്ട് ഓടേതാണ് വേണ്ടില്ലേ. ഇപ്പൊ സംസാരിക്കാനും സമയമില്ല. അതിന്റെ ഇടയ്ക്ക് ഇക്കാര്യം നമ്മൾ പിടിച്ച് നിർത്തിയിട്ടാണ് സംസാരിക്കുന്നത്. അതെ, ഇവിടെ നിൽക്കാൻ പറ്റൂല അവർക്ക്. അപ്പൊ നമുക്ക് മീൻ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇത് എങ്ങനെയാണ് ഇവരുടെ പ്രിപ്പറേഷനിൽ നിന്നൊക്കെ നമുക്ക് നോക്കാം. നോക്ക്, വെയിറ്റ് ഒക്കെ നോക്കട്ടെ. നമ്മള് ചൂണ്ടയ്ക്ക് ഇട്ടത് ഇക്ക നമുക്ക് നല്ല സാധനം തരുവുള്ളൂ, നമുക്കറിയാം. എന്തായാലും വെയിറ്റ് ഒക്കെ നോക്കട്ടെ. നമ്മളിതാണ് എടുക്കുന്നത്. നമ്മളിതിനെ ഇനി ഇതിന്റെ അടുത്ത പരിപാടികളിലേക്കൊക്കെ നമുക്ക് പോവാം. ഇതെങ്ങനെയാണ് ഇവർ പ്രിപ്പയർ ചെയ്യുന്നതെന്നൊക്കെ നോക്കാം. നമ്മുടെ പരിപാടികളൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. ഇത് ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ആ മറ്റേ മസാലയിൽ ഇതാക്കും അല്ലേ. ഫ്രൈ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രൈയൊക്കെ ചെയ്തിട്ട് അടുത്ത തവ, ഇത് വേറെ മസാലയാണ്. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട ഫ്രൈ ആക്കിയാണ്. നീ വന്നേ, ചോദിക്കട്ടെ. ശബാനയുടെ ബർത്ത്ഡേ ആയിട്ടെ, ശബാന എന്താണ് ഇന്ന് മീനൊക്കെ എനിക്ക് ഫ്രീ ആയിട്ട് തരൂലേ? തരുമോ? ഇല്ലേ? ആണ് വാപ്പാടെ മോള് തന്നെ കേട്ടോ. മീനൊക്കെ ഏകദേശം റെഡി ആയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി മേളിൽ കയറി വന്നു. മുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ വിഴിഞ്ഞം പോർട്ടിൽ നല്ല അടിപൊളി ഒരു വ്യൂ ആണ്. വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ ഫുഡ് കഴിക്കാം. ആർക്കെങ്കിലും അൽമാസിലോട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം, വിളിച്ച് ചോദിച്ചിട്ട് പോയാൽ മതി. ബാങ്കോട്ടിൻ്റെ സിഗ്നേച്ചർ ചിരി. ഗൈസ്, നമ്മുടെ തവ ഫിഷ് ഫ്രൈ എത്തിയിട്ടുണ്ട്. ഈ കുഞ്ഞു പൊറോട്ടയുടെ ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ തുടങ്ങട്ടെ. അപ്പോൾ ഞങ്ങൾ കഴിച്ച് ഏകദേശമൊക്കെ ഉണ്ട്, ഒരു പരിധിവരെ ആക്കിയിട്ടുണ്ട്. ബാങ്കുട്ടിനെ വിളിച്ചിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല, കാരണം അവൻ ഫുൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം അവൻ ചുറ്റുമുള്ള ഒന്നും അവന് കാണാൻ വയ്യ. ഫുൾ ഫിഷ് ഫ്രൈയിലാണ്. എന്തായാലും നിങ്ങളും വന്ന് ഇതുപോലെ കഴിക്കുക. ഞങ്ങൾക്കിത് വളരെയധികം ഇഷ്ടപ്പെട്ടു, മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടുക.